ഞാൻ എല്ലാ ക്ലാസ്സിലും തുണ്ട് വെച്ചിട്ടുണ്ട്. LKG വെച്ചിട്ടില്ല. പൊതുവെ അങ്ങനെ വരുമ്പോൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അത്, ഈ കഥാപാത്രം ഈ ഫൈറ്റിൽ വേണോ? ഇല്ല, ബിജുവേട്ടൻ ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയിക്കൊണ്ടതേ അല്ലേ? ഇനി ഏത് ശബ്ദം അനുകരിച്ചാലും അതിൻ്റെ അകത്ത് ഒരു 50% നമ്മുടെ വോയിസ് കേൾക്കാൻ പറ്റും, അവർക്കത് കിട്ടും. അപ്പം ഇത് കോട്ടനസിന്റെ ശബ്ദം പോലെയാണല്ലോ പറയും. ഇതിപ്പോ ഒറിജിനൽ അല്ലേ? ഇത് ഒറിജിനൽ. ഇപ്പം മറ്റേതൊന്നും വരുന്നില്ല. പോകുമ്പോ ആൾക്കാർ ഈ പെയിന്റിംഗ് ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാ ഇനി ആഘോഷിക്കല്ലേ സ്വയംവര സിൽക്സ്? റിയാ ഷെരീഫ് എന്ന് പറയുന്ന നവാഗത സംവിധായകൻ്റെ സിനിമയാണ് തുണ്ട്. അതിൻ്റെ താരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എല്ലാവരെയും നിങ്ങൾക്കറിയും, പേര് പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. 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 ഇതൊന്ന് പേര് തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം അതൊരു കുറച്ച് വൈകാരികവും വളരെ വ്യക്തിപരവുമാണ്. ഈ തുണ്ടടിക്കുക എന്ന് പറയുക, കോപ്പി അടിക്കുക എന്ന് പറയുന്നത് അതെ. ആരെങ്കിലും ഞാൻ എല്ലാ ക്ലാസ്സിലും തുണ്ട് വെച്ചിട്ടുണ്ട്. തുണ്ട് വെച്ചു LKG വെച്ചിട്ടില്ല. നമ്മൾ മെയിനായിട്ട് ഹൈസ്കൂളിൽ നടന്നിട്ടാണ് ഇതിന്റെ മെയിൻ പരിപാടികൾ. അന്ന് ഹൈസ്കൂളിൽ പഠിക്കുക. അപ്പൊ പത്രം കൊണ്ടാവും വെച്ച് എഴുതാൻ. പത്രത്തിലെ വാർത്ത പോലെ കട്ട് ചെയ്ത് വെക്കില്ലായിരുന്നു. പുതിയ ഐഡിയാസ് പറഞ്ഞു കൊടുക്കല്ലേ? അല്ല, ഇനി അങ്ങനെ വെച്ചാൽ പാഡ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ പരീക്ഷയിൽ. അങ്ങനെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തുണ്ട് വെച്ച അനുഭവങ്ങൾ? എൻ്റെ തുണ്ട് കാണാൻ പോയിട്ടുണ്ട്, തുണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഇതിൽ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല വെക്കാനായിട്ട്. പോലീസുകാരൻ്റെ തന്നെ തുണ്ട് വെക്കാനാണ് ധൈര്യം. ഇതുവരെ വെച്ചിട്ടില്ല? ഇല്ലില്ല, ധൈര്യം വരാത്തതുകൊണ്ടാണ്. ഈ കഥാപാത്രം അങ്ങനെ ഒരാളാണെന്ന് തോന്നുന്നു. തുണ്ടിലെ കഥാപാത്രം നമ്മുടെ പോലീസ് ക്യാരക്ടറാണ്. പിന്നെ അത് പറഞ്ഞു പോകുന്ന വേറെ മേഖലയാണ്. ഞാൻ ഈ തുണ്ട് എന്ന് പറയുന്നത് അതിൽ വന്നു പോകുന്നൊരു ഘടകമാണ്. ഈ സിനിമയിൽ ഞാൻ സിനിമയിലെ ഹ്യൂമറാണെങ്കിലും മറ്റേ ഏരിയയും പറഞ്ഞു പോകുന്നത് ഇതിനെ ബേസ് ചെയ്ത് പോകുന്നൊരു ഏരിയയൊക്കെ ഉണ്ടാവില്ല. അത് തുണ്ട് വെക്കാൻ പ്രേരിപ്പിക്കുന്നൊരു സാധനമല്ല തുണ്ട്. അച്ഛൻ പോലീസ് ആയതുകൊണ്ടായിരിക്കും അത്രയും ടെൻഷൻ. അത് ഭയങ്കര പേര്. കോട്ടയം തുണ്ട് വെച്ചിട്ടുണ്ടോ? പറഞ്ഞ് ഇനി ഏത് കാലത്താ വെച്ചതെന്ന് പറഞ്ഞ് ആ പരീക്ഷയുടെ ഇനി കയറി അവിടുന്ന് തോൽപ്പിച്ച് തുടങ്ങിയാൽ ഞാൻ വീണ്ടും 1ാം ക്ലാസ്സിലേക്ക് പോകുന്നത് അല്ലേ? പണ്ട് കുഴിച്ചു മൂടിയതൊക്കെ നമ്മൾ വീണ്ടും തോണ്ടണം. ഇപ്പൊ ആണെങ്കിൽ പറഞ്ഞാൽ അതൊരു രേഖയാണ്. എല്ലാം കുഴപ്പമാണ് ഇപ്പൊ പറഞ്ഞാല്. ആ പേപ്പർ ഇട്ടത് കാര്യമില്ല. ഏത് ക്ലാസ്സിലാന്ന് പറയണ്ട, തുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ല, ശരിക്കും ആ തുണ്ട് തന്നെ ഒരു വലിയ കഥകളാണ് അല്ലേ? അങ്ങനെ ഒരു നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടോ ഈ കഥ ഉണ്ടാവാനുള്ളൊരു കഥയെക്കുറിച്ച്? ഇല്ല പറഞ്ഞില്ല. അല്ലെ, എന്താണ് അതിൻ്റെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നിൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പേര് തുണ്ടെന്നാണ്. കഥ വായിച്ച് കേട്ടപ്പോൾ ഞാൻ പറയില്ല, നമ്മൾ കുറേ കഥകൾ കേൾക്കണതിൻ്റെ ഇടയിൽ എനിക്ക് വളരെ സീരിയസ് ജോണർ കഥകളാണ് കൂടുതലും കേൾക്കണം. അതിൻ്റെ ഇടയിൽ ഒരു നർമ്മത്തിൽ പറഞ്ഞു പോകുന്ന ഒരു കഥാപാത്രവും കുറേ ക്യാരക്ടേഴ്സും കേട്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം. നമ്മൾ ആദ്യമേ ഒരു പ്രേക്ഷകരുടെ ആംഗിളിലും കൂടെ കാണില്ല, തിയേറ്ററിൽ വർക്കൗട്ട് ആവുമോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കുമ്പോൾ ആ ജോണറിൽ എനിക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തൊരു സബ്ജക്റ്റാണ്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും തോറുന്നു പറഞ്ഞാൽ നമ്മളെല്ലാം കാണുന്ന ഈ പോലീസുകാരെല്ലാം ഒഫീഷ്യൽ ജോലിയല്ലാതെ അവരൊരു പേഴ്സണൽ ലൈഫുണ്ട്, അവരുടെ സ്ട്രഗിൾസും. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഈ പോലീസ് യൂണിഫോമിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു പോലീസ് സ്റ്റോറി അല്ല ആക്ച്വലി. എല്ലാവരുടെയും പേഴ്സണൽ ലൈഫിൽ കൂടെയും റിലേഷൻസിൽ കൂടെയൊക്കെ പോകുന്ന ഒരു നർമ്മത്തിൽ കലർന്നു പോകുന്ന ഒരു പോലീസ് സ്റ്റോറിയാണ്. പോലീസ് സ്റ്റോറി. പിന്നെ ഇതുമല്ല മെയിൻ കഥ. ഈ തുണ്ട് എന്നതിനൊരു പേരുള്ള അതിനകത്ത് വന്നു പോകുന്ന ഒരു ഘടകമാണ്, അത്രേ ഉള്ളൂ. അതിനെ ലീഡ് ചെയ്യുന്നില്ല. അല്ല, ലീഡ് ചെയ്യുന്നില്ല. അതിനകത്തുള്ള ഒരു ഇൻസിഡൻ്റ് ആണ്. അതൊരു ഫൺ ഇൻസിഡൻ്റ് ആണ്. അതിൻ്റെ ഭവിഷ്യത്തുകളും വരുന്നുണ്ട്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ആണ് നമ്മൾ ഈ പറഞ്ഞ കൂടുതലായിട്ടും അത് ഈ കുറുക്ക് വഴി ആലോചിക്കുമ്പോൾ കിട്ടുന്ന പണിയുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നേരത്തെ എപ്പോഴും തുണ്ടെന്ന് പറയുമ്പോൾ വേറൊരു തുണ്ട് സിനിമ എന്നൊക്കെ പറയണം, അതിൻ്റെ ഭയമുണ്ട് ആളുകൾക്ക്. പക്ഷെ അങ്ങനെയാണോ പറയാ? തുണ്ട് വെക്കുക, കോപ്പി അടിക്കുക, തുണ്ട് കാണാൻ അങ്ങനെ ഒരു വാക്ക് രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ. അതും വളരെ മോശപ്പെട്ടല്ല. ഒരു ക്ലിപ്സ്, എക്സൈറ്റഡ് ക്ലിപ്സിനും ചെറിയ പേടി വരാം ഈ തുണ്ടെന്നൊക്കെ പറഞ്ഞാൽ. അല്ല, അത് അങ്ങനെ ഒരു കാര്യം സംസാരം വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്ത് സിനിമകളിൽ സാധാരണ സിനിമ ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇതേപോലത്തെ ബിറ്റ്സ് ഇടുമായിരുന്നു. അതിൻ്റെ മലയാളമായിട്ടാണ് ഈ തുണ്ട്. അതില്ലാതെയായിട്ട് വർഷങ്ങളായി.
അതിന് പ്രത്യേക മ്യൂസിക്കും കാര്യങ്ങളും തന്നെ ഉണ്ട്. മ്യൂസിക് മർമ്മം അറിയാല്ലേ? അതൊക്കെ ഇപ്പൊ പറയണോ? അതൊക്കെ പറയാം, ആ സമയം തരാം. ഒരു കുറ്റസമ്മതത്തിനുള്ള നമ്മൾ ഒറ്റയ്ക്കിരുന്നു. അപ്പൊ ഈ നമുക്ക് ശബ്ദരേഖ മുഴുവൻ കേൾക്കാം. തിയേറ്റർ തൊട്ടടുത്താണ്. ഇത്രയും വീതി വഴി കഴിഞ്ഞാൽ അപ്പുറം തിയേറ്റർ ഇത് വീടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് സംസാരിക്കുമല്ലോ. തമാശയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സമയത്ത് ഇവിടെ വേറെ പടം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? രാധികയാണോ എന്നൊക്കെ പറഞ്ഞ് പോയി ഇങ്ങനെ പൊക്കടിക്കുമ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കുറ്റം വരും. അപ്പൊ ഇവരെല്ലാം 4 വഴിക്ക് എഴുന്നേറ്റ് പോകുന്ന ഫേമസ് ആണ്. അതൊരു കാലഘട്ടത്തില് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അതൊക്കെ ഇല്ലാതായിട്ട് ഒരു കാലങ്ങളായി. ആ ഒരു ഭയത്തോടു കൂടി ആളുകൾ ആരും ഇന്നത്തെ സിനിമ കാണാൻ പോകണ്ട എന്നുള്ളത് വ്യക്തം. ഈ തുണ്ടടിയാണ്. അതെ അതെ അതെ, അത് വളരെ ക്ലിയർ ആയ സിനിമയോട്. ബിജുവിൻ്റെ ഒരു കരിയർ പരിശോധിച്ചാൽ ബിഗിനിങ്ങിൽ തന്നെ എനിക്ക് തോന്നുന്നു ധാരാളം പോലീസ് വേഷങ്ങൾ ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ശിവം ആയാലും അസുരവംശം, ബാബ കല്യാണി, പത്രം, ഒരു രാശിയാണ് പോലീസ് വേഷങ്ങൾ. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ പിന്നെ അയ്യപ്പനും കോശി, ഇപ്പോൾ വരായിരിക്കും തലവൻ, ഇതിലൊക്കെ പോലീസ് വേഷങ്ങളാണ്. ഇതിലും ഒരു പോലീസ് വേഷമാണ്. ഈ പോലീസ് വേഷങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു മടുപ്പ്, നിരന്തരം വരുന്ന ഒരു മടുപ്പുണ്ടോ? അങ്ങനെ ആദ്യകാലങ്ങളിൽ ഒരു മടുപ്പുണ്ടായിട്ടാണ് ഞാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായതും ഉണ്ടാക്കിയതും എന്ന് പറയാം. അപ്പം കുറച്ച് തമിഴും ചെയ്തു, പിന്നെ മലയാളത്തിൽ ഇത്തരം ക്യാരക്ടർ ഒഴിവാക്കാൻ മലയാളത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രോബ്ലം, നമ്മളൊരു ക്യാരക്ടർ ചെയ്തിട്ട് അത് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ആ പാറ്റേണിലുള്ള ഈസി വേ ഓഫ് പിക്കിംഗ് എന്ന് പറയില്ലേ ക്യാരക്ടേഴ്സിന്, അപ്പോൾ ആക്ടേഴ്സിന്. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് പോലീസ് വേഷം വന്നിരുന്നു. അപ്പം നമുക്ക് തന്നെ സ്റ്റൈലായിട്ട് നമ്മളൊന്ന് മാറിയെന്നാണ്. ഇപ്പോൾ ചെയ്യുന്ന പോലീസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാറൊന്നുമില്ല. ഇങ്ങനെ കേൾക്കും ഓക്കെയാണ്, വർക്കൗട്ടാവുന്ന ടീമൊക്കെ നോക്കിയിട്ട് നമ്മളൊരു പോക്കണം. ഇപ്പോൾ നമ്മൾ കുറേ കൂടെ കഥ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കും. പിന്നെ ഇപ്പോൾ ഈ റിലീസുകൾ അടുപ്പിച്ച് വരുന്നത് പറഞ്ഞാൽ ഇതൊക്കെ നേരത്തെ ഷൂട്ട് ചെയ്ത് പലപ്പോഴായിട്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് റിലീസ് അടുപ്പിച്ച് വരുന്നു. പക്ഷേ ഈ പോലീസ് ക്യാരക്ടർ എന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഇതിലത്തെ പോലീസ് ക്യാരക്ടറും, ഇപ്പോൾ തുണ്ടിലെ പോലീസ് ക്യാരക്ടറും, അയ്യപ്പൻ കോശിയിലെ ക്യാരക്ടറും, ഇപ്പോൾ വരാൻ പോകുന്ന തലവൻ്റെ ക്യാരക്ടറും, മൂന്ന് ലൈൻ ഓഫ് പിന്നെ അനുരാഗ് കരിക്കൻ വള്ളത്തിലെയും വ്യത്യസ്തമാണ്. അതെ, ഒക്കെ വേറെ ലൈനാണ്. ഒരു പോലീസ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ അല്ലാത്ത പോലീസിൻ്റെ പല പല മേഖലകളിലുള്ള പല പല സൈഡുകളുണ്ട്, അവരുടെ പേഴ്സണൽ സൈഡ്സൊക്കെ. ഈ പോലീസ് വേഷങ്ങളിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പോലീസുകാരനാരായിരിക്കും? അയ്യപ്പനും കോശി, അയ്യപ്പൻ തന്നെയായിരിക്കും. അതൊരു സത്യം പറഞ്ഞാൽ അത് നമ്മളെയും ഒക്കെ. പിന്നെ എൻ്റെ കരിയറിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തൊരു സിനിമയാണ് ആസ് ആൻ ആക്ടർ. അച്ഛന് അഭിപ്രായം പോലീസ് അന്നൊക്കെ ചെയ്യുന്നത് അങ്ങനത്തെ സിനിമകളുടെ വിഷയം. അല്ല, അച്ഛനൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായം പറ ഒരുപാടുണ്ട്, വയറ് പോലും ഉണ്ടാവാൻ പാടില്ലല്ലോ. പിന്നെ പോലീസിന്റെ കാര്യത്തിൽ വയറ് വരും. പക്ഷേ അയ്യപ്പൻ തന്നെ. പക്ഷേ എപ്പോഴും നമ്മൾ പെട്ടെന്ന് സച്ചി ഓർക്കുന്നു അല്ലേ? തീർച്ചയായും ഒരു ആ പോലീസ് വേഷം കിട്ടുമ്പോൾ തന്നെ സച്ചി നമ്മൾ പെട്ടെന്ന് ഓർക്കും. പക്ഷേ ബിജു മേനോൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയെന്ന് അല്ലെങ്കിൽ മികച്ച വേഷം എന്ന് പറയാവുന്ന സിനിമ അയ്യപ്പൻ തന്നെയാണ്. 2000 വർഷത്തെ 2ാമത്തെ മികച്ച നടനുള്ള നാഷണൽ അവാർഡും ആ സിനിമ അയ്യപ്പൻ വാങ്ങിച്ചു. പക്ഷേ മലയാളത്തിൽ സംസ്ഥാന അവാർഡിന് അത് പരിഗണിക്കപ്പെട്ടതേയില്ല. അതിൻ്റെ ഒരു വേദനയോ വിഷമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വേദന എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഡീറ്റെയിൽ അറിയില്ല. അന്ന് നമ്മൾ ഈ കൊറോണ കാരണം 2 വർഷം പുറകോട്ടോ അങ്ങനെ എന്തോ ആണ് എൻ്റെ അവാർഡ്. അപ്പോൾ അതിൽ ഉൾപ്പെടാതെ പോയതാണോ? പിന്നെ എനിക്ക് രഞ്ജിത്തേട്ടൻ ഈ ചെയർപേഴ്സണായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടം വരാൻ പാടില്ല എന്ന് അങ്ങനെ എന്തോ കാറ്റഗറിയല്ല. അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നത്, പാടില്ല എന്നുള്ള. പക്ഷെ അതൊരു വലിയ നഷ്ടമായിരിക്കണം. കാരണം തീർച്ചയായും മികച്ച അല്ലേ, ഒരു നല്ല ഒരുപാട് പേർക്ക് അംഗീകാരത്തിനുള്ള സ്കോപ്പുള്ള സിനിമയായിരുന്നു അത്. ഇവിടെ ഇതുകൊണ്ടായിരിക്കണം. അപ്പോൾ എനിക്കത് പോയി. വളരെ കുറച്ച് സിനിമകളെ ബിജു മേനോനെ വെച്ച് എഴുതിയ സിനിമ ആദ്യത്തെ കൺമണിയാണ്. പിന്നീട് സിനിമയൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ബിജു മേനോനെ വെച്ച് പിന്നീട് സിനിമകൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റാതായി പോയത്? അത് ബിജുവിനോട് ചോദിക്കും. അല്ല, ഞാനല്ലേ അന്ന് സീരിയൽസ് റോൾസ് ആണല്ലോ ഞാൻ കൂടുതലും ചെയ്തത്. ഇവരിൽ അങ്ങനത്തെ ഒരു സ്പേസേ ഇല്ലല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഹ്യൂമർ പറയുകയും അസാമാന്യമായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതെ, അത് പ്രസന്റ് ചെയ്യുന്നതും. പിന്നെ എപ്പോഴും ഒരു സൗഹൃദ സദസ്സിൽ ലീഡ് ചെയ്യണത് എപ്പോഴും ബിജു തന്നെ ആയിരിക്കും. അതിൽ കുറേ ഫൺ സ്റ്റോറീസും അതൊക്കെ ആയിട്ട് ചിരിയായിരിക്കുള്ളൂ. ഒരു നൈറ്റൊക്കെ ഇരുന്നാൽ നേരം വെളുക്കുന്നവരെയൊക്കെ ഇരുന്ന് എല്ലാവരും പല പല ലൊക്കേഷനിൽ പോയി പല പല സ്ഥലത്തും ട്രാവൽ ചെയ്ത് വരുന്ന അപ്പോൾ എല്ലാവരും ഈ കളക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്, കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിരി ബേസിക് സന്തോഷം നമുക്ക് ഇതാണ്. അപ്പോൾ ഈ സിനിമയിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങൾ, പിന്നെ നമ്മളൊന്ന് ഹ്യൂമർ ചെയ്യുന്ന ഒരാളെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയായി ഹ്യൂമർ ചെയ്യാൻ. അന്നുള്ള ബിജു മേനോനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ബിജു മേനോൻ വ്യക്തി അത് തന്നെ, അതിലൊരു ശതമാനം മാറിയിട്ടില്ല. അന്ന് സ്ക്രീനിൽ കാണുന്ന ബിജുവിന് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം അന്ന് അഭിനയിച്ചിരുന്ന രീതി, ഇന്ന് അഭിനയിച്ചിരുന്ന രീതി. കാരണം
ഒരു ബലം ഉണ്ടായിരുന്നു മൊത്തത്തില്. അതങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോ സംഭവം വേറെ ലെവലായി. ക്യാരക്ടേഴ്സ് ഫിലിമിൽ ഷൂട്ട് ചെയ്യണതിന്റെ ഒക്കെ ഡബ് വലിയ ടെൻഷനുള്ള മേഖലയല്ലേ. ഞാൻ പണ്ട് വിജയനോട് ചോദിച്ചിട്ടുണ്ട്, വിജു സാധാരണ സംസാരിക്കുമ്പോഴേ വിജു ഇങ്ങനെ ഡബ് ചെയ്തൂടെ അത് ചോദിക്കുമ്പോ ചേട്ടാ അത് ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചില്ല, പക്ഷെ അത് ചെയ്തു വരുമ്പോ എന്താ പറയുക, നമ്മൾ ഈ ബോൺ ആർട്ടിസ്റ്റോ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് എനിക്ക് നല്ല സഭാകമ്പമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുണ്ടാകുന്ന നമുക്കത് ഈ ടെൻഷൻ വരുമ്പോൾ നമുക്കൊരു ബലം പിടുത്തം വരുമല്ലോ. അത് ത്രൂ ഔട്ട് അന്നത്തെ കാലത്തെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു 2-3 സിനിമയാണ് അത് ബ്രേക്ക് ചെയ്തത് അല്ലേ? ഓർഡിനറി, ഓർഡിനറി, പിന്നെ മറ്റേ പടമില്ലേ വെള്ളിമൂങ്ങ, സീനിയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അടുത്തടുത്ത് വന്ന സിനിമ. വെള്ളിമൂങ്ങ അത് കഴിഞ്ഞിട്ടായിരുന്നു. അരിക്കൊണ്ടൊരു കുഞ്ഞാട്ടിലാണ് തുടക്കം, ആ ഒരു ചേഞ്ച്. അല്ല, ഷൈൻ ടോമും ഈ പറഞ്ഞ പോലെ ആഷിഖിന്റെ കൂടെ ഡാഡി കൂൾ ഉണ്ടായിരുന്ന ഡാഡി പെരുമഴക്കാരൻ അല്ലേ? അപ്പം അന്ന് ഇദ്ദേഹത്തിനൊക്കെ സംസാരിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അന്ന്? ഇപ്പോഴവനെ കിട്ടാത്ത അന്നല്ലോ. തിരക്കില്ല. നമ്മളിങ്ങനെ കൂടെ പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ അവരുടെ കൂടെ കൂടുതൽ സംസാരിക്കുന്ന ആക്ടേഴ്സൊക്കെ അവർ സ്വാതന്ത്ര്യം അന്നേ തന്നിരുന്നു. കുറച്ചും കൂടി നമ്മുടെ ഇടയിലേക്ക് വന്ന് സംസാരിക്കും. മറ്റവരൊക്കെ അങ്ങോട്ട് പോയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുക. ഇത് സുഖേട്ടനും ആ ഗാങ്ങിലേക്കൊക്കെ വരുമല്ലോ ബിജുവേട്ടൻ. അപ്പോൾ അവരോടൊപ്പം പിൽക്കാലത്ത് ഇപ്പോൾ അഭിനയിക്കാനൊക്കെ വരുമ്പോൾ ഈ ഭയം കലർന്ന ഒരു ബഹുമാനം ഉണ്ടോ ഇപ്പോഴും? ഇല്ല, ബിജുവേട്ടൻ ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയിക്കൊണ്ടതേക്കും അല്ലേ? ഇപ്പോഴാണ് വെച്ചതായത്. അങ്ങനെയല്ലോ, നമ്മൾ ഒരു ഏജ് സമയമില്ല. അപ്പം അന്നൊക്കെ വരുമ്പോൾ നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ മറ്റു സീനിയർ ആർട്ടിസ്റ്റുകളും വലിയ ഡയറക്ടേഴ്സും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനൊരു മടിയും ഭയവും ഒക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് പെട്ടെന്ന് ചെല്ലാവുന്ന നമ്മുടെ ഏജ് കാറ്റഗറി അല്ലെങ്കിൽ അസോസിയേറ്റ് മേഡീസ്, അപ്പോൾ അവരെയാണ് നമുക്ക് കൂടുതൽ വാർത്ത് കിട്ടുക. അവിടെ പോയി നമുക്കധികം കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. അവിടെ നമ്മൾ കറക്റ്റ് മാറ്റേഴ്സ് സംസാരിക്കാനല്ല. അപ്പോൾ നമുക്ക് ഈ ബ്ലാ ബ്ലാ പറയാൻ എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന ദിവസം ഇവിടെ ആയിരിക്കും. കോട്ടയം നസീർ മിമിക്രി അല്ലേ? ഇടയ്ക്ക് പറയുന്നത് കേട്ടു മിമിക്രി എൻ്റെ ഒരു ടൈമൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ചെറിയ പ്രസ്താവന പോലല്ല, ഒരു സംസാരത്തിനിടയിൽ എങ്ങനെ കഴിഞ്ഞു. അതൊരു സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു എളുപ്പ വഴിയായിരുന്നു അത്. അല്ല, അതുകൊണ്ടല്ല ആൾക്കാർ എഴുതി തള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ. അല്ല, ഇപ്പോൾ നസീർ പഴയതിനേക്കാളും കൂടുതൽ സജീവമാണ് ഇപ്പോൾ സിനിമയിൽ. പ്രോഗ്രാംസ് പണ്ട് റോളിന് വിളിച്ചാൽ വരാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു അമേരിക്കൻ പ്രോഗ്രാം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗൾഫ് ട്രിപ്പ് ഉണ്ടാവും. ഡയറക്ഷൻ, ചിത്രം വരാം. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. പിന്നെ അതിനകത്ത് ആ ഒരു ഡാൻസ് സീനുണ്ട് ഈ തുണ്ടിൽ, അല്ലെങ്കിൽ പറയാം തുള്ളിൽ ഒരു ഡാൻസ് സീനിൽ ഇദ്ദേഹം വളരെ ഗൗരവമായിട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡാൻസ് ചെയ്യും എന്ന് തോന്നിക്കുന്ന ഒരു സമയത്ത് അവർ ലുക്ക് കൊടുത്ത് വരുന്നത്, പക്ഷെ അവിടെ ചെയ്യുന്നില്ല. പിന്നെ പക്ഷേ നല്ല 2-3 മൂവ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഡാൻസ് അല്ല, നസീർ ഞാനല്ല, ഈയിടെയായിട്ട് നസീർ എനിക്ക് റോഷാക്കിന് ശേഷമായിരിക്കും അല്ലേ നസീർ കൂടുതലും അങ്ങനത്തെ കുറച്ച് ഗൗരവമുള്ള കഥാപാത്രമുണ്ട്. അത് ആക്ച്വലി നന്നായി ചെയ്യണമുണ്ട്. തലവെല്ലാം ഒരുമിച്ചുണ്ടോ? ഇപ്പോൾ ഒരുമിച്ച് വരികയാണല്ലേ? അപ്പോൾ എല്ലാം ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി എന്നാ വെച്ചാൽ സിനിമാക്കാരനായി എന്നാണ്. എന്തും ചെയ്യും ഇപ്പോൾ. പക്ഷെ ഇതില് അങ്ങനത്തെ ഒരു ആ ക്യാരക്ടർ സീരിയസ് ആണെങ്കിലും ഭയങ്കര ഫൺ ഉണ്ടാക്കുന്ന ആളാണ് സിനിമയിൽ തുണ്ടില് ക്യാരക്ടർ അല്ലേ? ഒരു പാട്ടിന്റെ പരിപാടിയൊക്കെ ഇല്ലേ? അതാണ് പരിപാടി, പാട്ട്. നമ്മള് ഫംഗ്ഷനൊക്കെ ഒരു പാട്ട് പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അത് എത്ര വലിയ സ്ട്രോങ് ആളാണെങ്കിലും അങ്ങനത്തെ ഒരു ഈ പോലീസിലൊക്കെ നമ്മുടെ സീനിയർ ഓഫീസറാണ്, പക്ഷെ അയാൾക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. കാരണം ഞാൻ പോലീസിന്റെ വേറൊരു സൈഡാണ് പറഞ്ഞത്. ഈ സിനിമ പറഞ്ഞ പോലീസിന്റെ വേറൊരു സൈഡാണ് പറഞ്ഞത്. അല്ലാതെ ഒരു കേസ് അന്വേഷണോ കാര്യങ്ങളോ അങ്ങനെയല്ല. ജോലി ചെയ്യുന്ന അത് ആ മേഖലയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിലുള്ള അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ല, ഈ ഡാൻസ് ആടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം സാറിന് ബിജുവേട്ടൻ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ, പക്ഷെ ഇതിനകത്ത് ഡാൻസ് ചെയ്യാൻ വിളിച്ചിട്ട് ചെയ്യാതെ അവിടെ പോയി കൈയടിച്ചോണ്ടിരിക്കുന്നുള്ളൂ വണ്ടിയുടെ. അല്ല, അതാ കഥാപാത്രം. അല്ല, ഈ കഥാപാത്രം സത്യം പറയാം അങ്ങനെ ചെയ്യില്ല. ഞാൻ എൻ്റെ സോങ് കേട്ടു, വളരെ നല്ല സോങ്ങാണ്. ഈ ക്യാരക്ടർ ഞാനവിടെ ക്യാരക്ടർ വരുന്നൊരു മൂഡിന് നമ്മൾ ചെയ്യണോ വെച്ചാൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല, ചെയ്യണോ ചോദിച്ചു. അവരപ്പോ കൺഫ്യൂസ്. അല്ല, എസ്കേപ്പ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടാവണം, അതായിരിക്കും. പൊതുവെ അങ്ങനെ വരുമ്പോ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അത്. ഈ കഥാപാത്രം ഈ ഫൈറ്റിൽ വേണോ? എസ്കേപ്പിസമാണ്. ബിജു മാത്രല്ല, ഒരുപാട് എനിക്ക് ക്യാരക്ടർ ഫൈറ്റ് ചെയ്യും, ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല. കാരണം ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ ഇത് നല്ല
ബീറ്റുള്ള നല്ല രസകരമായിട്ടുള്ളൊരു സ്ഥലത്തെ സോങ്ങാണ്. ഞാൻ വന്ന് കൊളാക്കണോന്ന് ചോദിച്ചു, കാരണം നല്ല ബീറ്റിനൻസ്. അതെ, ഗോകുൽ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നത് അല്ലേ, ഗംഭീര രസമായിരിക്കുന്ന ആള്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു, നമ്മളങ്ങനെ ഡാൻസ് ചെയ്തിരുന്നെങ്കിൽ ഈസിയോ. ലാൽ ജോസ് ചീത്ര വിളിച്ചിട്ട് 5 നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ പറയും ഈ അടുത്തേക്ക് അവരൊരുന്നു, പിന്നെ നോക്കിട്ട് എന്നെയാണ് കിട്ടിയത്. അവളെന്നെ ഉറക്കം പോയി, ഞാൻ ഈ പാട്ട് എന്ത് ചെയ്യുന്നു. പിന്നെ ഇതൊക്കെ ചെയ്യണം ഇന്ന്, പക്ഷെ അങ്ങനത്തെ പാട്ട് പാടി അഭിനയിക്കുക അങ്ങനത്തെ സീക്വൻസുകളില്ലല്ലോ ഇപ്പൊ സിനിമയില്. ഈ ഇതിൽ തന്നെ ആദ്യത്തെ കൺമണിയിൽ ബിജു ജയറാമും കൂടി പാടുന്ന ഒരു സീക്വൻസ്, പിന്നെ അത് 2 ഗായകരെ പാടിയിരിക്കുന്നത്. ആ ഫാസ്റ്റ് സോങ്, അതിൽ ബിജുവിനെ കാണാനില്ല ഷൂട്ടിന്റെ സമയത്ത്. ഞാൻ നോക്കുമ്പോൾ ദൂരെ മാറിയൊരു ഭയങ്കര ടെൻഷനാണ്, ടെൻഷനായിട്ട് അത് 2 ജയറാമേട്ടൻ തന്നെ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. 2 ഗായകരെ പാടിയിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അല്ല ഉറക്കം പോകും, ഉറക്കം പോയി. ഈ ഡാൻസ് ഒക്കെ ഷൂട്ട് നല്ല അതിൽ ഡാൻസ് മാസ്റ്റർ ഉണ്ട്, പക്ഷെ അതിൽ ഡാൻസ് ഇല്ലായിരുന്നു, വെറുതെ മുതേ ഉള്ളൂ. ബിജു ഡാൻസ് മാസ്റ്റർ കണ്ടപ്പോൾ സ്കൂളിൽ അല്ല സച്ചി പറഞ്ഞൊരു ഇതുണ്ട്. സച്ചി പിന്നെ അയ്യപ്പൻ കോശിയിലെ സമയത്ത് ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അവസാനത്തെ ഫൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു പറഞ്ഞു. അവസാനമായിട്ടല്ലേ പറഞ്ഞത്? അല്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ചെറിയ ഫൈറ്റ് അങ്ങനെ തന്നെ പറഞ്ഞില്ല, ചെയ്യണ രജിസ്റ്റർ എഫേർട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. എന്തായാലും അവരുണ്ടാവുന്ന അറിയാം. തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി. പിന്നെ എനിക്ക് കണ്ണ് കിട്ടുന്ന സ്ഥലത്തൊന്നും നിൽക്കില്ല, എല്ലാം എന്റെ കാഴ്ച നോട്ടത്തും നിൽക്കില്ല. ബാക്കിൽ എവിടെയെങ്കിലും ഫൈറ്റ് ചെയ്ത് പീസ് കൂട്ടി ചെളിയൊക്കെ അല്ല, അപ്പൊ ചെയറൊന്നല്ല, നമ്മൾ സ്റ്റൂളിൽ കൊണ്ട് ഇരുത്തും. അപ്പൊ പതുക്കെ ബാക്ക് ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിക്കും, അത്ര ഉള്ളതല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ. പക്ഷേ ഇത് ഗംഭീരമായിരുന്നു. ഫീൽ കൊടുക്കുന്നത് ആ ഇതാണത്. സച്ചിയുടെ ക്യാരക്ടർ ഉണ്ട് അതിനകത്ത് കുറച്ച്, അല്ലേ, റിയൽ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഭയങ്കര അല്ല, ഒരു പവർ ഉണ്ട് സച്ചിക്ക് എന്ത് കാര്യത്തിലും. അത് ആ സിനിമയിൽ ശരിക്കും 2 കഥാപാത്രങ്ങൾ കാണാനുണ്ട്. അത് ശരി നേരത്തെ പറഞ്ഞു മിമിക്രിയുടെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് ഒഴുകി മാറിപ്പോയതാണ്. ശരിക്കും അങ്ങനെ ഒരു ഇതുണ്ടോ സമയം, എനിക്ക് നല്ല സമയത്ത്? അതുകൊണ്ടല്ല, നമ്മളിപ്പോൾ കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷമൊന്ന് ചിലപ്പോൾ ഈ മിമിക്രിയെ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിനെയൊക്കെ നമ്മൾ തരംതിരിക്കേണ്ടി വരും. ഒരുപാട് മാറ്റമായിപ്പോയി. പുതിയ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികൾ, അതും എന്താണ് ഒറിജിനലാണോ എന്ന് തന്നെ സംശയം തോന്നുന്ന രീതിയിൽ ഡബ് ചെയ്യുന്ന കുട്ടികളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമയിൽ തന്നെ നമ്മൾ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ തന്നെ മാറി. അതിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഫീൽഡിലും സക്സസ് അല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിമിക്രിക്ക് ഒരു പഴക്കമുണ്ട്, ആ ശബ്ദാനുകരണത്തിനൊരു പഴക്കമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുതിയത് കണ്ടെത്തണം. അപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥ എനിക്കിപ്പം ഇല്ല. ഇതൊക്കെ ആപ്പുകളായിട്ട് മൊബൈലിലുണ്ട് ഇപ്പോൾ, സൗണ്ട് ഡെയിലി ചെയ്തുകൊണ്ട് റീൽസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്താൽ ഇപ്പോൾ ആൾക്കാരാരെങ്കിലും നിർബന്ധിച്ചിട്ടായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ഒരു വേദിയിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് യൂട്യൂബിൽ വരുമ്പോൾ ഇവൻ ഈ പഴയ തന്നെ ഉള്ളൂ എന്ന് തോന്നും. പിന്നെ നമ്മുടെ ഒറിജിനൽ വോയിസ് രജിസ്റ്റർ ആയി പോയാൽ ഇനി ഏത് ശബ്ദം അനുകരിച്ചാലും അതിൻ്റെ അകത്ത് ഒരു 50% നമ്മുടെ വോയിസ് കേൾക്കാൻ പറ്റും. അവർക്കത് കിട്ടും. അപ്പം ഇത് കോട്ടനസിൻ്റെ ശബ്ദം പോലെയാണല്ലോ പറയും. ഇതിനാ വെറുതെ ചീത്ത. ഇതിപ്പോ ഒറിജിനൽ അല്ലേ? ഇത് മറ്റേതൊന്നും നേരത്തെ ഒറിജിനൽ ഇല്ലായിരുന്നു, മറ്റേതൊക്കെ ഉണ്ടായിരുന്നു. അല്ല ഈ കരിയറിൽ ഒരു അങ്ങനെ ഒരു ടെൻഷൻ, അതായത് ഒരുപാട് ഇപ്പോൾ നല്ലൊരു വേഷം ചെയ്ത് വരുമ്പോൾ ഒരു ഇടവേള വരും, വലിയ ഒരു ഗ്യാപ്പ് വരും. പക്ഷേ കരിയറിന് തുടക്കാലത്ത് വലിയ ഡാമേജ് ആക്ടർ നിലയിൽ അല്ല, അതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ എൻ്റെ ഇടയിൽ. നസീറിനെ പണ്ട് നമുക്ക് സിനിമയിൽ കിട്ടില്ലായിരുന്നു, കാരണം ത്രൂ ഔട്ട് നിൽക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും പ്രോഗ്രാംസ് ഇങ്ങനെ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പം അത് കുറച്ചപ്പോഴാണ്. മാത്രമല്ല കേട്ടോ, നസീർ ഈ പറഞ്ഞ അല്ലാത്ത സമയങ്ങൾ എന്ന് പറയില്ലേ, നസീർ അസാധ്യമായിട്ട് വരയ്ക്കുകയും പെയിൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം അതിന് ഒരുപാട് നമ്മുടെ ഒരു ആക്ടിങ് പോലെ അല്ല, അതിനൊരു തിങ്കിങ് പ്രോസസ്സ് ഉണ്ട്, അതിനൊരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ അതൊന്നും വളരെ ഡീറ്റെയിൽ കണ്ടിട്ടുണ്ടോ? ഇപ്പം ഈ അടുത്ത് ദുബായിലൊരു വലിയ ഒരു ഷാർജയിൽ അത് നല്ല വിജയമായിരുന്നു. അത് വൻ വിജയമായിരുന്നു. ആദ്യമായിട്ടാണ് സാമ്പത്തികമായും ഇവിടുന്ന് കൊണ്ടുപോയ കഥയൊക്കെ കേട്ടാൽ നിങ്ങൾ ആലോചിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. കാര്യം ഈ പെയിൻറ്റിങ് മുഴുവനും വലിയ പെയിൻറ്റിങ്സ് അല്ലേ, ഇത് മുഴുവനും മറ്റേ ബോക്സിൻ്റെ അകത്താക്കി ഇത് പോർല് വീടായിരിക്കാൻ ഷിപ്പിൻ്റെ അകത്താണ് ഇവിടുന്ന് 50ഓളം പെയിൻറ്റിങ്സ് കയറ്റി വിട്ടത്. അതൊരു ചെറിയ അവിടെ പോയിട്ട് വരച്ചു, അവിടെ പോയിട്ട് വരച്ചു. പിന്നെ ചിലത് ഇവിടെ ഫിനിഷ് ചെയ്യാത്തത് കൊണ്ടുപോയി അവിടെ നിന്ന് സമയം കിട്ടുന്നതനുസരിച്ച് വരച്ചു.
അതിനേക്കാളൊക്കെ ഉപരി രാവിലെ 11 മണി തൊട്ട് രാത്രി ഒരു 10-11 മണി വരെ ആയിരിക്കും ആള്. ഞാനൊക്കെ ഒരു 10 മണിക്കൂറൊക്കെയാണ് ഒറ്റ നിപ്പ് ഈ സ്റ്റാളിൽ. അപ്പൊ ഈ പോകുമ്പോൾ ആൾക്കാർ ഈ പെയിന്റിംഗ് ഒന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ആ ഇതന്നെ ഇവിടെ ഫോട്ടോ എടുത്തു. അത് ശരിയല്ല, അത് ചാൻസ് ഉള്ള. അപ്പൊ ഞാൻ പറയും ഇവിടെ ഞാൻ പറഞ്ഞത് എന്റെ പെയിന്റിംഗ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ പെയിന്റിംഗ്. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലാതെ നമുക്കിപ്പോൾ വേറെ എന്തൊക്കെ നമുക്ക് കുറച്ച് പഠിക്കുകയും ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഇതൊരു നല്ല പെയിന്റിങ്. ലാലേട്ടൻ്റെ വീട്ടിലും 2-3 നോമ്പാണ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നല്ല അദ്ദേഹം പറഞ്ഞിട്ട് വരച്ച് കൊടുത്തു. ഷൈനിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഗുരുവിനോടൊപ്പം ആയിരുന്നു 100ാമത്തെ സിനിമ. ഒരു വളരെ അപൂർവം എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ലത്. 100ാം സിനിമ വിവേകാനന്ദൻ വൈറലാണ്. കമൽ സാറിനോടൊപ്പമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുമ്പം പുതിയൊരാളാണ്. ഈ 2 ഇടത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു മറ്റിടത്ത് കുറച്ച് സ്വാതന്ത്ര്യക്കുറവ്, ഇവിടെ നമ്മുടെ കൂടുതൽ നമുക്ക് സ്വാതന്ത്ര്യം ചെയ്യാം, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടോ? അതെങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരുങ്ങുന്നത് ക്യാരക്ടറാണ്? ഞാൻ വരുന്ന സമയത്ത് സിനിമയിൽ വളരെ ഷോട്ടുകൾക്ക് ഡ്യൂറേഷൻ വളരെ കുറവാണ്. എക്സാക്ട് ഇവിടെ നിന്ന് ഈ ആംഗിളിൽ വേണ്ട ഷോട്ട് മാത്രമേ എടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആഷികൊക്കെ പടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ആഷിക സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഡ്യൂറേഷൻ കൂടി തുടങ്ങി. കാരണം ഫിലിം മാറി ഡിജിറ്റലായപ്പോൾ ഒരു ഷോർട്ടിന് നീളം ഈ ആംഗിൾ മൊത്തം എടുക്കുക, അങ്ങനെ എല്ലാ ആംഗിളിൽ നിന്നും എടുക്കുന്നു. പിന്നെ എഡിറ്റിലാണ് സിനിമ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ, പണ്ട് ഫിലിമിൽ നിന്ന് അഭിനയിക്കുന്നതിൻ്റെ ഒരു ടെൻഷൻ ഇല്ല ഇപ്പോൾ. അതല്ലേ ഫിലിം ക്യാമറയിൽ എന്നിട്ട് നമ്മൾ ബോധേഡല്ലേ ഇപ്പോഴും ഈ ഫിലിം ഒരു ക്യാൻ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഒരു സൗണ്ട് കിടക്കും. പിന്നെ ഈ ക്ലാപ്പ് അടിക്കുമ്പോ ബാക്കി കിളിയും പറഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ ആ ടെൻഷനിൽ നിന്ന് മാറി ഡിജിറ്റലൈസ് ചെയ്തപ്പോഴാണ്. കാരണം ഒരുപാട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത് പ്രൊഡ്യൂസർ എല്ലാവർക്കും ഈ ക്യാൻ രണ്ടാമത് ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഒരു ക്യാനിന് ഇത്ര രൂപ വിലയുണ്ട്, തലവറിയും ഉണ്ട്. ആക്ടിങ് സൈഡിൽ നമുക്ക് റീടേക്സും കാര്യങ്ങൾക്കും അത് മറ്റേ കാർഡിൻ്റെ വില മാത്രമല്ല വരുന്നത്. മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ഇപ്പോൾ ഫിലിമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബഡ്ജറ്റ് എടുക്കുമ്പോൾ എത്ര ക്യാൻ ഫിലിം വേണമെന്നും കൂടി പറയണം. എന്നിട്ട് അതിൽ നിർത്തണം, അതിൽ കൂടാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ നിന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ കോമഡി 8 പേര് നിൽക്കുന്നിടത്ത് ഈ ലെങ്തി ഡയലോഗ് പറഞ്ഞു വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരാൾക്ക് ഒരു മോളലോ ഒരു സൗണ്ട് ഉണ്ടാവുള്ളൂ. അത് ആദ്യം തെറ്റിക്കും. ചെന്നൈ അഭിനയിക്കാൻ വന്നത് താമസിച്ചു പോയി ഇത് തോന്നിയിട്ടുണ്ടോ? ഈ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അല്ല, ഭീഷണിയല്ല കേട്ടോ. അല്ല, നമ്മൾ എൻജോയ് ചെയ്യല്ലോ. ഒരുപാട് പേര് അഭിനയിക്കട്ടെ. അതെ, അല്ല, ആദ്യം തിരക്കഥയായിരുന്നു, പിന്നെ സംവിധായകനായി, മകനെയും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇപ്പോഴാണ് ഇക്കായൊക്കെ റിലാക്സ് ചെയ്ത് തുടങ്ങിയത്. പണ്ട് ഈ ലൊക്കേഷനിലെ ആകെ കിട്ടുന്ന എൻജോയ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലൊക്കേഷനിൽ ഏത് ലൊക്കേഷനിൽ പോയാലും അറിയാം, അതിൽ ടെൻഷൻ അടിച്ച് നടക്കുന്ന 2 ആൾക്കാരേ ഉണ്ടാവുള്ളൂ, ഡയറക്ടറും ക്യാമറമാനും. ബാക്കി എല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്താനം. അപ്പം നമ്മൾ ഈ ഇങ്ങനെ ധൃതി പിടിച്ച് ഫോണിനൊക്കെ ഇവർ അത് കേൾക്കാനും പറ്റില്ല, അവിടെ ഇരിക്കാനും പറ്റില്ല. ശരിയാ. അത് ചില ഇപ്പോൾ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിലായി. മറ്റേത് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച്. അതാ ഞാൻ ചോദിച്ചത്, താമസിച്ചു പോയോ ഇത് ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം അതാണ്. ഇതിൽ വ്യത്യാസം അഭിനയിച്ച് കഴിയുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷനും ഒരു വലിയ പ്രൊജക്റ്റ് നമ്മൾ ക്യാപ്റ്റനായിരുന്നിട്ട് അത് ഫുൾഫിൽ ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മേഖലകൾ. അവസാനം അതിൻ്റെ അല്ലേ ഒരു എൻ പ്രോഡക്റ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു 2 ഇതാണ്. പിന്നെ ഒരു യൂണിറ്റ് മുഴുവൻ നമ്മുടെ കമാൻഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിൻ്റെ തലവേദനയുണ്ട്. കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം സിനിമ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല കഴിവും ഒക്കെ ഉള്ള ആളുകളാണ് സിനിമയിലുള്ളവർ. പക്ഷെ അവർക്ക് കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിലാണ് ആ മേഖലയിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മേഖലയിൽ എന്ത് അവസരം കിട്ടിയാലും അതൊരു മഹാഭാഗ്യമായിട്ട് കരുതുക, അത് വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുക, എൻജോയ് ചെയ്യുക എന്ന് പറയുന്നതാണ്.
Thank you.